കേരളത്തിലേക്ക് എന്തുകൊണ്ട് ED വരുന്നില്ല എന്ന ചോദ്യം വരുന്നു. കേരളത്തിലേക്ക് ED വന്നു, ഇവിടെ മുഖ്യമന്ത്രിയെയോ അതല്ലെങ്കിൽ പ്രമുഖരായ ആരെങ്കിലും ഒക്കെ ടാർഗറ്റ് ചെയ്താലും അതിനുശേഷവും BJPക്ക് കേരളത്തിൽ ഒരു ഇലക്ഷൻ വിജയമൊക്കെ നേടിക്കൊണ്ട് അധികാരത്തിൽ വരാനുള്ള സാഹചര്യമില്ല. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം വീണ് കഴിഞ്ഞാൽ UDF ഭരണത്തിൽ വരും എന്നുള്ള സെനാരിയോ ആണ്. മറ്റിടങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ തളർത്തിയാൽ ഡൽഹിയിൽ പിന്നെ വരാൻ, അതിനെ റീപ്ലേസ് ചെയ്ത് വരാൻ സാധ്യതയുള്ളത് BJP ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര എടുത്തു കഴിഞ്ഞാൽ അവിടെ NCPയെയോ ശിവസേനയോ ഒക്കെ പിളർത്താൻ അവിടെ നിന്നുള്ള നേതാക്കളെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ നേട്ടം സ്വാഭാവികമായി ഡയറക്ട്ലി BJPക്കാണ്. ഇപ്പോൾ അശോക് ചവാൻ വന്നു കഴിഞ്ഞാൽ മറാത്ത്വാഡ മേഖലയിലെ 4-5 സീറ്റുകൾ വളരെ സുരക്ഷിതമാവും എന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പവാറിന്റെ ശക്തി തുലോം ഇല്ലാതാക്കാം എന്ന നില അജിത് പവാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഉണ്ട് എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷേ കേരളത്തിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണോ ഇവിടെ EDയും IT ഒന്നും വല്ലാണ്ട് ഇറങ്ങി കളിക്കാത്തത്? ഞാൻ അഭിലാഷ അതിലേക്ക് വരാം. ഇവിടെ രണ്ട് ഘട്ടമായിട്ട് ഇതിന് മറുപടി പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ വിട്ടുപോകുന്നു? അത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരെ പോകേണ്ട ആവശ്യമില്ല. അഭിലാഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി പിടിച്ചുകൊണ്ട് വയനാട്ടിൽ വരേണ്ടി വരുന്നു. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള കുടുംബത്തിന് സംരക്ഷണമേകിയിരുന്ന റായ്ബറേലിയിലും അമേത്തിയിലും ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കും പോയി മത്സരിക്കാനുള്ള ചങ്കുറപ്പില്ല. എന്തുകൊണ്ടാ? ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യനപ്പുറത്തേക്ക് ഈ പാർട്ടി ഇല്ലാതായി എന്നുള്ളതല്ലേ വസ്തുത. 1977 തെരഞ്ഞെടുപ്പിലെ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. 77 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി സ്വീപ്പ് ചെയ്ത ഒരു വലിയ മേഖലയാണത്. ഇന്ന് ആ പ്രദേശത്ത് നിന്ന് കോൺഗ്രസ് ഇല്ലാതാകുന്നു. അവിടെ പോയി രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ മത്സരിക്കാനുള്ള ധൈര്യമില്ലാത്ത അവസ്ഥ വരുന്നു. കർണാടകത്തിൽ പോലും ഇവർക്ക് ചെല്ലാൻ പറ്റുമോ? അവർ ഭരിക്കുന്ന സ്റ്റേറ്റാ. ഞാൻ അങ്ങനെ തന്നെ തുടരാൻ എനിക്ക് ഒറ്റ സംശയം. അങ്ങനെ അമേത്തിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ പോലും പാങ്ങില്ലാത്ത അത്രയും ദുർബലമായ ഒരു കോൺഗ്രസ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അവർ പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായി കൈയാളാനുള്ള 10% സീറ്റ് നേടിയിട്ടില്ല. അത്രമേൽ ദുർബലമായ കോൺഗ്രസിനെ അവരുടെ അക്കൗണ്ട്, അവരുടെ മുഴുവൻ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്നത് എന്തിനാണ്? ദുർബലമായ കോൺഗ്രസിനെ എന്തിനാണ് നിങ്ങൾ സാമ്പത്തികമായി ഏജൻസികളെ ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുന്നത്? ഞാൻ വരാം അഭിലാഷ്, അതിലേക്ക് വരാം. ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ആ കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയില്ല. അതിൻ്റെ നേതാക്കന്മാർക്ക് വിശ്വാസ്യതയില്ല. അതിൻ്റെ നേതാക്കന്മാർ പറഞ്ഞാൽ ജനങ്ങൾ അനുസരിക്കുന്നില്ല, ജനങ്ങൾ അവരുടെ പിന്നിലില്ല എന്നുള്ള വസ്തുത പ്രാദേശിക നേതാക്കന്മാർക്കുണ്ട്. അവർ ആ പാർട്ടി വിട്ടിട്ട് പുറത്തേക്ക് മറ്റൊരു രക്ഷാ കവചം തേടിപ്പോയാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ചിന്ത. അതിൻ്റെ സൂചകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ കഴിയും. കാത്തിരിക്കും നിങ്ങൾ. പിന്നെ അഭിലാഷ് ചോദിച്ച ഇൻകം ടാക്സിൻ്റെ കാര്യം. ഇൻകം ടാക്സിൻ്റെ നിയമം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല അഭിലാഷേ. എത്ര വർഷം മുമ്പുള്ള നിയമമാണ്. ആ നിയമം അനുസരിച്ചാണ് നടപടി. ആ നടപടിക്കെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ പോയി, അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയി, ഡൽഹി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി, ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. 4 ജുഡീഷ്യൽ ഫോറങ്ങൾ തീരുമാനമെടുത്തു. അതിലൊന്ന് പോലും കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല. നിയമം അവർക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ ഈ പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈ കള്ളപ്രചരണം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? തെറ്റ് ചെയ്തവൻ എപ്പോഴെങ്കിലും പിടികൂടപ്പെടും. ദൗർഭാഗ്യവശാൽ കോൺഗ്രസ്സുകാരൻ ഇപ്പോഴാണ് പിടികൂടപ്പെട്ടത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതല്ലാതെ ഇവിടെ ഇൻകം ടാക്സിലെ ഓരോ ഉദ്യോഗസ്ഥനും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ നിർമ്മല സീതാരാമനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയാൽ ആരും വിശ്വസിക്കില്ല. കാരണം നമ്മുടെ ജുഡീഷ്യൽ ബോഡീസ്, നീതിന്യായ പീഠങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ. ലെറ്റ് us wait, അവിടെ എന്താ തീരുമാനം ഉണ്ടാകണേന്ന് നമുക്ക് കാത്തിരിക്കാം. കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിയെ വന്ന് പിടികൂടും എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ CPM-ന്റെ പ്രതിനിധിയുടെ വലിയ ആക്ഷേപം, പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും കള്ളത്തരം പറയുകയാണ്.
കാളമൂത്രം പോലെ നുണപ്രചരണം നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി അതൊന്ന് തുറന്ന് പറയട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു CPM നേതാവ് വന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഈ ഈ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ, ഞാൻ അംഗീകരിക്കാം. എനിക്ക് തോന്നണില്ല പറയുമെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ശിവശങ്കരനെ ന്യായീകരിക്കാൻ CPM-ന്റെ നേതാവിൻ്റെ ബുദ്ധി എനിക്ക് സഹതാപമേ ഉള്ളൂ. ഈ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസുകാരെ വിളിച്ചതാരാ? ഇതേ ശിവശങ്കരനല്ലേ? അന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തുറന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ആക്ഷേപിച്ചു. അവസാനം അത് വസ്തുതയാണെന്ന് പുറത്തു വന്നില്ലേ? ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണോ? അയാൾ ജയിലിൽ പോയത് കുറ്റകരമാണോ? അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ ഇവർ സംരക്ഷിക്കട്ടെ. പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും സംരക്ഷിക്കട്ടെ. ആണത്തമുണ്ടെങ്കിൽ അത് അവർ തുറന്നു പറയട്ടെ. ഞാനൊരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ED വന്നിട്ടുണ്ട്, സഹകരണ മേഖലയിൽ ED ഉണ്ട്, ഇവിടുത്തെ കരിമണൽ കോഴ കേസിൽ ED വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഈ EDയുടെ അന്വേഷണത്തിൽ നിന്ന് കേരളം മോചിതമൊന്നുമല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും വരാനുണ്ടാവും പല കേസുകളിലും. സഹകരണ മേഖലയിൽ CPM-ന്റെ ആജ്ഞാനുവർത്തികൾ കാട്ടിക്കൂട്ടിയ കൊള്ളയുണ്ടല്ലോ, കൊള്ള. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആലത്തൂര് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോട് പറഞ്ഞത് എന്താ? ED അറ്റാച്ച് ചെയ്ത പണം മുഴുവൻ സഹകരണ മേഖലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED അറ്റാച്ച് ചെയ്ത പണവും സ്വത്തും അവിടുത്തെ നിക്ഷേപകർക്ക് കൊടുക്കാൻ നിയമം അനുവദിക്കുമോ എന്ന് പരിശോധിക്കും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. നരേന്ദ്രമോദി കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. സുതാര്യമായ കാര്യമായ തുറന്നു പറയുന്ന ശീലമുള്ള ഒരാളാണ്. ഇപ്പോ കേരളത്തിലെ കള്ളത്തട്ടിപ്പുകളുടെ നടുവില്, സാമ്പത്തിക തിരിമറികളുടെ നടുവില് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ കൂട്ടര് നിർമ്മലാ സീതാരാമനെതിരെ വിരൽ ചൂണ്ടുന്നുണ്ട്. അതിന് സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി പറയട്ടെ എന്താ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട, കേന്ദ്ര സർക്കാരിനെ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട. ഒരു കാര്യം കൂടി ഞാൻ പറയാം അഭിലാഷ്, ഒരു കാര്യം കൂടി, ഒരു മിനിറ്റ് കൂടി. ഇപ്പൊ ഇവര് ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് CPM-ന് വലിയ ആവേശമാണ്. ഇവിടെ ഒരു തങ്ങൾക്കെതിരായിട്ട് വിധി പറഞ്ഞ ജഡ്ജിയെ നാട് കടത്തിയത് ആരാണെന്ന് നമുക്കറിയാം. ഇവിടെ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വിധി പറഞ്ഞ ജഡ്ജിയെ ശുംഭനെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. CPM നേതാക്കന്മാർക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിമാർക്കെതിരെ ഭീഷണി മുഴക്കിയത് ആരാണെന്നും കേരളം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പവിത്രതയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാൻ ഒരവകാശവുമില്ല, ഒരധികാരവുമില്ല. കേരളത്തിലെ സാക്ഷരതയുള്ള ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ.